ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്ഷൻ എന്നുള്ള കോൺസെപ്റ്റാണ്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് വളരെ യൂസ്ഫുള്ളാണ്. അതായത് സെക്യൂരിറ്റി കൊണ്ടുവരാൻ പ്രോഗ്രാമിന്, അതുപോലെ തന്നെ റീയൂസബിലിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ അബ്സ്ട്രാക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അബ്സ്ട്രാക്ഷൻ, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എക്സാമ്പിൾസൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് നമുക്ക് ക്ലാസ് അബ്സ്ട്രാക്റ്റഡ് ക്ലാസ്സും അബ്സ്ട്രാക്റ്റഡ് മെത്തേഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ്. അതായത് ഒരു ക്ലാസ്സിൻ്റെ ഒരു മെത്തേഡിൻ്റെയൊക്കെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫങ്ഷണാലിറ്റി മാത്രം ഷോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ കൊണ്ടുവരുന്നത്? ക്ലാസ്സും മെത്തേഡൊക്കെ അബ്സ്ട്രാക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അബ്സ്ട്രാക്ഷൻ എന്നുള്ള തീം കൊണ്ടുവരുന്നത്. നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ കഴിയും. ഒന്ന് അബ്സ്ട്രാക്റ്റ് ക്ലാസ് മുഖേന നടക്കും, പിന്നെ ഇൻ്റർഫേസ് ത്രൂവും പോസിബിളാണ്. അപ്പോൾ ഈ അബ്സ്ട്രാക്ഷൻ കൊണ്ടുവരുന്നത് മെയിനായിട്ട് രണ്ട് രീതിയിലാണ്. നമ്മൾ ക്ലാസ് അബ്സ്ട്രാക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്, മെത്തേഡ് അബ്സ്ട്രാക്റ്റ് ആക്കിയിട്ടും സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. അതേപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സും ഇൻ്റർഫേസും രണ്ടിനകത്തും നമ്മൾ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് നെസസറി ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് അബ്സ്ട്രാക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്തും ഇൻ്റർഫേസിനൊക്കെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് കൊണ്ടുവരാൻ കഴിയും. ഇനി അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് വേണമെങ്കിൽ അബ്സ്ട്രാക്റ്റ് അല്ലാത്ത മെത്തേഡ്സും കൊണ്ടുവരാം. പക്ഷേ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ ആ ഫങ്ഷനാലിറ്റീസ് കംപ്ലീറ്റ് ആവും. പിന്നെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എന്ന് പറയുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബോഡി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എന്ന് പറയുക. അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തായിരിക്കും. ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ ജസ്റ്റ് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതിനകത്തുള്ള ഇംപ്ലിമെൻറ്റേഷനൊക്കെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്താണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്, പബ്ലിക് അബ്സ്ട്രാക്റ്റ് വോയിഡ് ഡ്രോ. ഇത് ആക്ച്വലി ഒരു മെത്തേഡാണ്. അതിൻ്റെ ഡിക്ലറേഷൻ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ആ ഡ്രോക്കകത്ത് എന്തൊക്കെ ഫങ്ഷൻസ് ചെയ്യാണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഈ അബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. അത് ബേസ് ക്ലാസ്സിൽ ജസ്റ്റ് ഇത്രേ നമ്മൾ കൊടുക്കുള്ളൂ. അതായത് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് ജസ്റ്റ് ഇത്രേ കൊടുക്കുള്ളൂ. ബാക്കി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിലായിരിക്കും. പിന്നെ ഈ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ഇൻറ്റേർണലി ഒരു വിർച്വൽ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഡിറൈവ്ഡ് ക്ലാസ്സിനൊക്കെ ഈസിലി ഓവർറൈഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ സ്റ്റാറ്റിക് മോഡിഫയേഴ്സോ വിർച്വൽ മോഡിഫയേഴ്സോ ഒന്നും മെത്തേഡ് ഡിക്ലറേഷൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. ഇനി നമുക്ക് അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്താണെന്ന് നോക്കാം. അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ക്ലാസ്സാണ്. ഇതും പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഒന്നും ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് നമ്മൾ പബ്ലിഷ് ചെയ്യില്ല. ജസ്റ്റ് യൂസർക്ക് ഫീച്ചേഴ്സ് എന്താ വേണ്ടത് ആക്സസ് ചെയ്യാമെന്ന് മാത്രം. ഇതിനകത്ത് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സും യൂസ് ചെയ്യാം, നോൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സും യൂസ് ചെയ്യാം. പക്ഷേ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒബ്ജക്റ്റ് ക്രിയേഷനൊന്നും ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസൊക്കെ ഡിറൈവ്ഡ് ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുക. ഈ ഡിറൈവ്ഡ് ക്ലാസ് ഫോഴ്സ്ഫുള്ളി എന്താവും, ഈ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സിനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് വെച്ച് ഡിക്ലെയർ ചെയ്യുന്ന ക്ലാസ്സാണ്. അതിനകത്ത് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സും നോൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഡിറൈവ്ഡ് ക്ലാസ്സുകളാണ് ചെയ്യുക. ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെയും അബ്സ്ട്രാക്റ്റ് മെത്തേഡിൻ്റെയും ഒക്കെ ഇംപ്ലിമെൻറ്റേഷൻ ആര് മാനേജ് ചെയ്യും? ഡിറൈവ്ഡ് ക്ലാസ്സുകൾ മാനേജ് ചെയ്യും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ആദ്യം തന്നെ സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. ഇതിനകത്ത് ആദ്യം പറയുന്നത് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. യൂസർക്ക് ഡെവലപ്പേഴ്സിന് ജസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഫീച്ചേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ മെയിൻറ്റെയിനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഈസിയാണെന്നാണ് ഒന്നാമത് പറയുന്നത്. പിന്നെ റീയൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് ഡെവലപ്പേഴ്സിന് ഈസി ആയിട്ട് ബേസ് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിട്ടാണല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ റീയൂസബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. പിന്നെ സെക്യൂരിറ്റി മാക്സിമത്തിലെത്തിക്കും. അതായത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ നെസസറി അല്ലെങ്കിൽ
ഇൻറ്റേർണൽ ഡീറ്റെയിൽസൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ടാണ് പ്രോസസ്സിങ് നടക്കുക. ജസ്റ്റ് നെസസറി ഫാക്ട്സ് മാത്രമേ കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ചില പ്രോഗ്രാംസിൻ്റെ പ്രത്യേകത അതാണല്ലോ, അതിന് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത്തരം കേസുകളിൽ നമ്മുടെ സെക്യൂരിറ്റി അത് മാക്സിമം കെയർ ചെയ്യും. പിന്നെ സെപ്പറേറ്റ് കൺസേൺസ് ആയിരിക്കും ഇൻ്റർഫേസിനാവട്ടെ, അതേപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ സെപ്പറേറ്റ് കൺസേൺസ് ആണ്. മാത്രമല്ല ഒന്നും ഓവറോൾ ബിഹേവിയേഴ്സ് ഒന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഇംപ്ലിമെൻറ്റേഷനൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ആക്സിഡൻ്റൽ ഇൻസ്റ്റൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതായത് അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആക്സിഡൻ്റലി ഇൻസ്റ്റൻസൊക്കെ ബേസ് ക്ലാസ്സിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ അവിടെ ക്യാൻസലായി പോകും. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് കിടക്കുന്നത്. ഒന്ന് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യും, റീയൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യും, സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യും, പിന്നെ കൺസേൺസൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക, പിന്നെ ആക്സിഡൻ്റൽ ഇൻസ്റ്റൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇത്രയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഇനി നമുക്കൊരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. അതിനകത്ത് ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന അബ്സ്ട്രാക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്ന ഡ്രോ ആണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസ് ആയിട്ടുള്ള റെക്റ്റാങ്കിളും സർക്കിളൊക്കെയാണ്. രണ്ട് ക്ലാസ്സിനും ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷനാണുള്ളത്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. യൂസിങ് സിസ്റ്റം പബ്ലിക് അബ്സ്ട്രാക്റ്റ് ക്ലാസ് ഷേപ്പ്, അതാണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ പേര്, ഷേപ്പാണ്. അതിനകത്ത് നമ്മളൊരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അബ്സ്ട്രാക്റ്റ് മെത്തേഡാണ് ഡ്രോ. അപ്പോൾ അതിനകത്തൊന്നും ബോഡി ഇല്ല കേട്ടോ, കാരണം എന്താണ്, അബ്സ്ട്രാക്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഒരു സബ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കി റെക്റ്റാങ്കിൾ ഷേപ്പിനകത്ത്, അതിനകത്ത് നമ്മൾ ഓവർറൈഡ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേര് ഡ്രോ ആണ്. അതിനകത്ത് ഡ്രോയിങ് റെക്റ്റാങ്കിൾ എന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ സർക്കിൾ പറഞ്ഞ അടുത്ത ക്ലാസ് ഉണ്ടാക്കി, അത് ഓവർറൈഡ് ചെയ്യുന്നത് ഡ്രോയിങ് സർക്കിളാണ്. അങ്ങനെ അതിനകത്തും സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഉണ്ടാക്കി, പബ്ലിക് ക്ലാസ് ടെസ്റ്റ് അബ്സ്ട്രാക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലാസ് ഉണ്ടാക്കിയതാണ്. അതിനകത്ത് മെയിൻ മെത്തേഡ് കൊടുത്തു, ഷേപ്പ് എസ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. S ന്യൂ റെക്റ്റാങ്കിൾ S.draw, ന്യൂ സർക്കിൾ S.draw. അപ്പോൾ എന്താണ്, റെക്റ്റാങ്കിളിൻ്റെ ബേസിലൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, സർക്കിളിൻ്റെ ബേസിലൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, രണ്ട് മെത്തേഡും കോൾ ചെയ്തു. അപ്പോൾ ഈസിലി ആ മെത്തേഡ്സൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. എങ്ങനെയാണ്, ഡ്രോയിങ് റെക്റ്റാങ്കിൾ, ഡ്രോയിങ് സർക്കിൾ, ഇങ്ങനെയാണ് അബ്സ്ട്രാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ബേസ് ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകിച്ച് ഇംപ്ലിമെൻറ്റേഷനൊന്നും ചെയ്യുന്നില്ല. ഡിറൈവ്ഡ് ക്ലാസ് ത്രൂ ആക്സസിങ് പോസിബിൾ ആക്കിയിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അബ്സ്ട്രാക്ഷനെ കുറിച്ച് പറയാനുള്ളത്. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തുകൊണ്ട് ഫംഗ്ഷനാലിറ്റി മാത്രം ഷോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സും അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സൊക്കെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ചെയ്യുന്നത്. അതിനകത്തൊക്കെ നമ്മൾ ജസ്റ്റ് അബ്സ്ട്രാക്റ്റ് വെച്ച് ഡിക്ലെയർ ചെയ്യും. ഇംപ്ലിമെൻറ്റേഷനൊക്കെ അവരുടെ ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ത്രൂ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യും, റീയൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യും, സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യും, കൺസേൺസൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും, അതേപോലെ തന്നെ ആക്സിഡൻ്റൽ ഇൻസിഡൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഉള്ളത്. അപ്പോൾ കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആണോ എന്ന് ചോദിച്ചാൽ കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ കുറച്ച് ഈസിയാണ്. അപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് എഴുതുക, അഡ്വാൻറ്റേജസ് എഴുതുക, അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്താ, മെത്തേഡ് എന്താ എഴുതുക, ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.